2014 വെറും 26 ആയിരുന്ന സൈറ്റുകൾ ഇന്ന് 98-ൽ എത്തി നിൽക്കുന്നു. അതായത് 276% വർധനവ്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇന്ത്യയിലെ സ്വാഭാവിക തണ്ണീർത്തടങ്ങളുടെ 40% അപ്രത്യക്ഷമായി. ബാക്കിയുള്ളവയിൽ പകുതിയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഇവയെ വേസ്റ്റ് ലാൻഡ് അഥവാ പാഴ്ഭൂമിയാണ് കാണുന്നത്. മാലിന്യങ്ങൾ തള്ളാനും റോഡുകൾ നിർമ്മിക്കാനും ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ഹൈഡ്രോളജിക്കൽ ഡിസ്പെർഷൻ എന്ന് വിളിക്കുന്നത്. നഗരങ്ങളിൽ വെള്ളപ്പൊക്കം തടയാൻ തണ്ണീർത്തടങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവയ്ക്ക് നിലനിൽക്കാൻ 1 ഇഞ്ച് സ്ഥലം പോലും നമ്മൾ നൽകുന്നില്ല. കാലാവസ്ഥ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് ഉയരുമ്പോൾ കണ്ടൽക്കാടുകൾക്ക് ഉൾനാടുകളിലേക്ക് പടരാൻ ഇടമില്ലാത്ത അവസ്ഥയെ കോസ്റ്റൽ സ്ക്വീസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് പരിഹാരം? നമ്മുടെ ഈ ദേശീയ സ്വത്തുക്കളെ എങ്ങനെ സംരക്ഷിക്കാം? സർക്കാരിന്റെ പക്കൽ ചില നിയമപരമായ ആയുധങ്ങളുണ്ട്. 2017-ലെ തണ്ണീർത്തട ചട്ടങ്ങൾ ഇതിന് നിയമപരിരക്ഷ നൽകുന്നു. കൂടാതെ NPCA എന്ന പദ്ധതിയുമുണ്ട്. നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അതിർത്തി നിർണയം. തണ്ണീർത്തടങ്ങളുടെ കൃത്യമായ മാപ്പുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. മാലിന്യ സംസ്കരണം. തണ്ണീർത്തടങ്ങൾ അഴുക്കുചാലുകളല്ല. മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനു മുൻപ് അവ ശുദ്ധീകരിക്കണം. പ്രകൃതിദത്ത സംരക്ഷണം. വലിയ കോൺക്രീറ്റ് മതിലുകൾക്ക് പകരം കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കണം. അവ ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമാണ്. സാങ്കേതിക വിദ്യ. 2026-ൽ നമ്മൾ ഡ്രോണുകളും സാറ്റലൈറ്റുകളും ഉപയോഗിച്ചാണ് ഇവ നിരീക്ഷിക്കുന്നത്. ഇതാണ് ഭാവി.